everyone, this is me Shamlal and welcome to my channel. First of all, മലയാളത്തിൻ്റെ മോഹൻലാലിന് വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഡിയറസ്റ്റ് ലാലേട്ടൻ. അങ്ങനെ ഞാൻ കണ്ടു ദൃശ്യം 3. ഓക്കെ, ജിത്തു ജോസഫ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റും സെക്കൻഡും പോലെ ഉള്ളൊരു വലിയൊരു ത്രില്ല് അങ്ങനെയല്ല, തേർഡിൽ കൂടുതലും ഒരു ഇമോഷണലായിട്ടുള്ളൊരു സ്റ്റോറി ലൈനപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഇമോഷണൽ അല്ല, ഹൈ ടെൻഷൻ ത്രില്ലർ തന്നെയാണ്. ത്രില്ലർ ഇതിൻ്റെ ത്രില്ലിങ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ കഥ എത്രത്തോളം മുന്നോട്ട് പോയി, അതായത് ദൃശ്യം 1-ലും 2-ലും നിന്നും കഴിഞ്ഞിട്ട് കഥ എത്രത്തോളം മുന്നിലേക്ക് പോയി എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സിനാരിയോ സെറ്റപ്പാണ് ഫുള്ള് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പം ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് വരും. അത് ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു അങ്ങനെ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് വരുമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക, കഥ എത്രത്തോളമായി, ആരെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അവർ എന്തിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പം സംസാരിക്കുന്നത്, അതൊക്കെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദൃശ്യം 1-ലൊക്കെ കണ്ടിട്ടുള്ള ലാലേട്ടൻ്റെയും മിനിയുടെയും തമ്മിലുള്ള ചെറിയ കെമിസ്ട്രി അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ വളരെ സ്ലോയിൽ വന്നിട്ട് ഇൻ്റർവെല്ലിൽ നല്ലൊരു പഞ്ച് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഓരോരോ സാധനങ്ങൾ റിവീലാകുന്നത്. അത് വളരെ അടിപൊളിയായിട്ട് ഗ്രിപ്പിംഗ് ആയിട്ട്, അതായത് ലാലേട്ടൻ്റെ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിൻ്റെ എഗൻസ്റ്റ് നിൽക്കുന്ന എല്ലാവരും വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ആണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഭയങ്കര ടെൻഷനാണ്, കാരണം നമ്മൾ ജോർജ് കുട്ടിയുടെ ടീമാണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെ എൻഡ് ചെയ്യും എന്നുള്ളത് ആകാംക്ഷയോടെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് ഫുള്ള് കണ്ടിരിക്കുന്നത്. എല്ലാവരുടെ എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ സക്സസ് ഉള്ള സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് അത് ഇഷ്ടം പോലെ കണ്ടു മടുത്തു. പക്ഷേ നമുക്ക് ഓരോ തവണ കാണുമ്പോഴും അയ്യോ ഇതെങ്ങനെ ഇത് ഒരു ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതിങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മളെ അതിലേക്ക് ഇൻവോൾവ് ആയിപ്പിക്കുന്നു എന്ന് നമുക്ക് സംശയം തോന്നും. ഓക്കെ, അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും പെർഫോമൻസ്. ചെറിയ റോളാണെങ്കിലും ചെറിയ ഡയലോഗ് ആണെങ്കിലും എല്ലാവർക്കും ഇതിൽ എന്ത് ക്യാരക്ടറുണ്ട് അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് സ്ക്രിപ്റ്റിൽ ആവശ്യമില്ലാതെ ഒറ്റ സീൻ പോലും ഇതിനകത്തില്ല എന്നുള്ളതാണ് വേറൊരു ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റിലും എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു മൈന്യൂട്ട് കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ കണ്ട ഒരു വലിയ പ്ലോട്ട് ട്വിസ്റ്റ്, അല്ലെങ്കിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന പ്ലോട്ട് ട്വിസ്റ്റ് അതെന്താണെന്ന് തേർഡിൽ വരുമ്പോഴത്തേന് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ ഇല്ലെന്നല്ല, അത് വളരെ നല്ലൊരു പ്രതീക്ഷിക്കാത്ത ഒരു ഇത് തന്നെയാണ്. എങ്കിൽ പോലും ഫസ്റ്റിലും സെക്കൻഡിലും വന്ന അത്രയുള്ളൊരു ഇമ്പാക്റ്റ് ഫുൾ ആയിരുന്നോ തേർഡിലത്തെ ആ പ്ലോട്ട് ട്വിസ്റ്റ് വരുന്നത് എന്ന് നമ്മൾ ചെറുതായിട്ടൊന്നും സംശയിക്കും. അതെങ്ങനെ അതൊക്കെ പറയാൻ പോയാൽ അതൊക്കെ സ്പോയിലർ ആയപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ താങ്ക് യു ലാലേട്ട ഫോർ ദിസ് മൂവി. ആൻഡ് ജിത്തു ജോസഫ്, നിങ്ങൾ സൂപ്പറാണ്. ഓക്കെ, പിന്നെ ലാലേട്ടൻ നമുക്കാണ് ഈ ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും സ്പോയിലേഴ്സ് ഒന്നും അറിയാതെ തന്നെ ഇത് പോയി കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.